ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജാൻ എസ് മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 9-ാം അധ്യായത്തിലെ 2-ാം ഭാഗം, 9-ാം അധ്യായത്തിലെ 28 മുതലുള്ള വചനഭാഗത്തിലെ ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഭാഗത്തിൻ്റെ തുടർച്ചയാണ്. ചോദ്യം 48. പീഡാനുഭവത്തെയും ഉത്ഥാനത്തെയും കുറിച്ചുള്ള യേശുവിൻ്റെ 1-ാം പ്രവചനത്തിന് എത്ര ദിവസം കഴിഞ്ഞാണ് യേശുവിൻ്റെ രൂപാന്തരീകരണം നടന്നത്? ഏകദേശം 8 ദിവസങ്ങൾ കഴിഞ്ഞു. 49. എത്ര ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടാണ് യേശു മലയിലേക്ക് പ്രാർത്ഥിക്കാനായി പോയത്? 3 ശിഷ്യന്മാരെ. 50. യേശുവിൻ്റെ കൂടെ മലയിലേക്ക് പ്രാർത്ഥിക്കാനായി പോയ ശിഷ്യന്മാർ ആരെല്ലാം? പത്രോസ്, യോഹന്നാൻ, യാക്കോബ്. 51. യേശു മലയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ എന്തെല്ലാം? യേശുവിൻ്റെ മുഖഭാവം മാറി വസ്ത്രം വെണ്മയോടെ ശോഭിച്ചു. 52. യേശുവിൻ്റെ രൂപാന്തരീകരണ സമയത്ത് യേശുവിനോട് സംസാരിക്കുന്നതായി കാണപ്പെട്ടത് എത്ര പേർ? 2 പേർ. 53. യേശുവിനോട് സംസാരിച്ചു കൊണ്ടിരുന്ന 2 പേർ ആരെല്ലാം? മോശയും ഏലിയായും. 54. മോശയും ഏലിയായും കാണപ്പെട്ടത് എങ്ങനെ? മഹത്വത്തോടെ. 55. മോശയും ഏലിയായും യേശുവും സംസാരിച്ചത് എന്തിനെപ്പറ്റി? അടുത്തു തന്നെ ജെറൂസലേമിൽ പൂർത്തിയാകേണ്ട യേശുവിൻ്റെ കടന്നുപോകലിനെക്കുറിച്ച്. 56. പത്രോസും കൂടെയുള്ളവരും എങ്ങനെയായിരുന്നിട്ടും ഉണർന്നിരുന്നു എന്നാണ് വചനം പറയുന്നത്. നിദ്ര വിവശരായിരുന്നിട്ടും. 57. പത്രോസും കൂടെയുള്ളവരും എന്ത് ദർശിച്ചു? യേശുവിൻ്റെ മഹത്വം ദർശിച്ചു. 58. പത്രോസും യാക്കോബും യോഹന്നാനും കണ്ടത് ആരെയാണ്? മോശയെയും ഏലിയായെയും. 59. മോശയും ഏലിയായും പിരിഞ്ഞു പോകുമ്പോൾ പത്രോസ് യേശുവിനോട് പറഞ്ഞത് എന്ത്? ഗുരു, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. 60. കൂടാരങ്ങൾ ഉണ്ടാക്കുന്നത് ആർക്കെല്ലാം വേണ്ടി? 1 യേശുവിന്, 1 ഏലിയായ്ക്ക്, 1 മോശയ്ക്ക്. 61. യേശുവിനോട് പത്രോസും യാക്കോബും യോഹന്നാനും സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ അവരെ ആവരണം ചെയ്തത് എന്ത്? ഒരു മേഘം. 62. മേഘത്തിൽ നിന്നുണ്ടായ സ്വരം എന്ത്? ഇവൻ എൻ്റെ പുത്രൻ, എൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ടവൻ, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. 63. മേഘത്തിൽ നിന്നുള്ള സ്വരം നിലച്ചപ്പോൾ കാണപ്പെട്ടത് ആരാണ്? യേശു. 64. സ്വരം നിലച്ചപ്പോൾ യേശു മാത്രം കാണപ്പെട്ടു. ശിഷ്യന്മാർക്ക് അപ്പോൾ എന്താണ് സംഭവിച്ചത്? ശിഷ്യന്മാർ മൗനം അവലംബിച്ചു. 65. പിശാചു ബാധിച്ച ബാലനെ സുഖപ്പെടുത്തിയ സംഭവം രേഖപ്പെടുത്താത്ത സുവിശേഷകൻ വിശുദ്ധ യോഹന്നാൻ. 66. പിശാചു ബാധിച്ച ബാലനെ യേശു സുഖപ്പെടുത്തുന്നത് ഏത് സംഭവത്തിന് ശേഷമാണ്? യേശുവിൻ്റെ രൂപാന്തരീകരണത്തിന് ശേഷം. 67. യേശുവിൻ്റെ രൂപാന്തരീകരണത്തിന് ശേഷം യേശു മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ യേശുവിൻ്റെ അടുത്തു വന്നത് ആര്? ജനക്കൂട്ടം. 68. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ യേശുവിനെ അഭിസംബോധന ചെയ്തത് എങ്ങനെ? ഗുരു. 69. ജനക്കൂട്ടത്തിൽ നിന്ന് ഒരുവൻ യേശുവിനോട് അപേക്ഷിച്ചത് എന്ത്? ഗുരു, എൻ്റെ മകനെ കടാക്ഷിക്കണമെന്ന് നിന്നോട് ഞാൻ അപേക്ഷിക്കുന്നു. 70. എൻ്റെ മകനെ കടാക്ഷിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിക്കാനുള്ള കാരണം അവൻ എൻ്റെ ഏക മകനാണ് എന്നതുകൊണ്ട്. 71. തൻ്റെ ഏക മകനെ പിടികൂടുന്നതായി പിതാവ് യേശുവിനോട് പറഞ്ഞതെന്ത്? അശുദ്ധാത്മാവ്. 72. അശുദ്ധാത്മാവ് പിടികൂടുമ്പോൾ കുട്ടിക്ക് എന്തു സംഭവിക്കുന്നു? 2 കാര്യങ്ങളാണ് വചനത്തിൽ പറയുന്നത്. 1. പെട്ടെന്ന് നിലവിളിക്കുന്നു. 2. നുരയും പതയും പുറപ്പെടുന്നതുവരെ അത് അവനെ ഞെരുക്കി പീഡിപ്പിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു. 73. എന്ത് പുറപ്പെടുന്നതുവരെ? പിശാച് തൻ്റെ മകനെ ഞെരുക്കി പീഡിപ്പിക്കുകയും പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്നു എന്നാണ്
പിശാച് ബാധിതൻ്റെ പിതാവ് യേശുവിനോട് പറഞ്ഞത്? നുരയും പതയും. 74. പിശാചിനെ പുറത്താക്കാൻ ആരോട് അപേക്ഷിച്ചു എന്നാണ് പിതാവ് യേശുവിനോട് പറഞ്ഞത്? യേശുവിൻ്റെ ശിഷ്യന്മാരോട്. 75. വിശ്വാസമില്ലാത്ത വഴിപിഴച്ച തലമുറയെ ഞാൻ എത്ര നാൾ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും? എത്ര നാൾ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും? ഇത് ആരോട് ചോദിച്ചു? യേശു ശിഷ്യന്മാരോട്. 76. ഈ ചോദ്യത്തിന് ശേഷം യേശു കൽപ്പിച്ചത് എന്ത്? നിന്റെ മകനെ ഇവിടെ കൊണ്ടുവരിക. 77. യേശുവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ പിശാച് ബാധിതന് സംഭവിച്ചതെന്ത്? പിശാച് അവനെ നിലത്ത് വീഴ്ത്തി പീഡിപ്പിച്ചു. 78. പിശാച് നിലത്ത് വീഴ്ത്തി പീഡിപ്പിച്ചവനെ യേശു എന്തു ചെയ്തു? യേശു അശുദ്ധാത്മാവിനെ ശാസിക്കുകയും കുട്ടിയെ സുഖപ്പെടുത്തി പിതാവിനെ ഏൽപ്പിക്കുകയും ചെയ്തു. 79. എല്ലാവരും അത്ഭുതപ്പെട്ടത് എന്തിനെക്കുറിച്ച്? ദൈവത്തിൻ്റെ മഹത്തായ ശക്തിയെക്കുറിച്ച്. 80. പീഡാനുഭവത്തെക്കുറിച്ചുള്ള രണ്ടാം പ്രവചനം എന്തായിരുന്നു? ഈ വചനങ്ങൾ നിങ്ങളിൽ ആഴത്തിൽ പതിയട്ടെ. മനുഷ്യപുത്രൻ മനുഷ്യരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടാൻ പോകുന്നു. 81. യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള രണ്ടാം പ്രവചനം ഗ്രഹിക്കാൻ സാധിക്കാതെ പോയത് ആർക്കാണ്? ശിഷ്യന്മാർക്ക്. 82. എന്തുകൊണ്ടാണ് ശിഷ്യന്മാർക്ക് അത് ഗ്രഹിക്കാൻ സാധിക്കാതെ പോയത് എന്നാണ് വചനം പറയുന്നത്? മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അത് അത്ര നിഗൂഢമായിരുന്നു. 83. യേശുവിൻ്റെ പീഡാനുഭവത്തെക്കുറിച്ചുള്ള 2 പ്രവചനങ്ങളും രേഖപ്പെടുത്തിയ അധ്യായം? 9-ാം അധ്യായം. 9-ാം അധ്യായം 22-ാം വാക്യം, 9-ാം അധ്യായം 44-ാം വാക്യവും. 84. തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന് തർക്കിച്ചത് ആര്? ശിഷ്യന്മാർ. 85. ശിഷ്യന്മാരുടെ വലിയവൻ ആരാണെന്നുള്ള തർക്കത്തിന് മറുപടി പറയാൻ യേശു തിരഞ്ഞെടുത്തത് ആര്? ഒരു ശിശുവിനെ. 86. എൻ്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ. അധ്യായവും വാക്യവും എഴുതുക. 9-ാം അധ്യായം 48-ാം വാക്യം. 87. എൻ്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും ആരെ സ്വീകരിക്കുന്നു എന്നാണ് യേശു പറഞ്ഞത്? യേശുവിനെ. 88. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ ഡാഷ് സ്വീകരിക്കുന്നു. ഒരു വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു. 89. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ആരാണെന്നാണ് യേശു പറഞ്ഞത്? നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരാണോ അവൻ. 90. ഗുരു, നിന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടു. അവൻ ഞങ്ങളോടൊപ്പം നിന്നെ അനുഗമിക്കാത്തതുകൊണ്ട് ഞങ്ങൾ അവനെ തടഞ്ഞു. ഇത് ആരോട് പറഞ്ഞു? യോഹന്നാൻ യേശുവിനോട്. 91. അവനെ തടയേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് യേശു യോഹന്നാനോട് പറഞ്ഞതെന്ത്? നിങ്ങൾക്ക് എതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ്. 92. ആരോഹണം എന്ന പദം സൂചിപ്പിക്കുന്നത് എന്തിനെയെല്ലാമാണ്? യേശുവിൻ്റെ കുരിശുമരണം, ഉയർപ്പ്, സ്വർഗാരോഹണം. 93. തൻ്റെ ആരോഹണത്തിൻ്റെ ദിവസങ്ങൾ പൂർത്തിയായിക്കൊണ്ടിരിക്കവേ യേശു പോകാൻ തീരുമാനിച്ചത് എവിടേക്ക്? ജെറൂസലമിലേക്ക്. 94. ജെറൂസലമിലേക്ക് പോകുന്നതിന് മുൻപ് യേശു ആരെയാണ് അവിടേക്ക് അയച്ചത്? ഏതാനും ദൂതന്മാരെ. 95. യേശുവിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്യാൻ ദൂതന്മാർ ഏത് ഗ്രാമത്തിലാണ് പ്രവേശിച്ചത്? സമരിയാക്കാരുടെ. 96. സമരിയാക്കാർ യേശുവിനെ സ്വീകരിക്കാത്തതിന് കാരണമെന്താണ്? യേശു ജെറൂസലമിലേക്ക് പോവുകയായിരുന്നതുകൊണ്ട്. 97. സമരിയാക്കാർ യേശുവിനെ സ്വീകരിക്കാത്തതുകൊണ്ട് കർത്താവെ, സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി ഇവരെ നശിപ്പിക്കട്ടെ എന്ന് ഞങ്ങൾ പറയട്ടെയോ എന്ന് യേശുവിനോട് ചോദിച്ചത് ആര്? യാക്കോബ്, യോഹന്നാൻ. 98. ശിഷ്യന്മാരായ യാക്കോബിൻ്റെയും യോഹന്നാൻ്റെയും ചോദ്യത്തിന് യേശു നൽകിയ മറുപടി എന്ത്? അവൻ
തിരിഞ്ഞ് അവരെ ശാസിച്ചു. 99 ശിഷ്യത്വം ആവശ്യപ്പെടുന്ന ത്യാഗങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള സുവിശേഷകൻ. വിശുദ്ധ മത്തായി 8-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. 100 നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കും എന്ന് ഒരു ശിഷ്യൻ യേശുവിനോട് പറഞ്ഞപ്പോൾ യേശു നൽകിയ മറുപടി എന്ത്? കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രനെ തലചായ്ക്കാൻ ഇടമില്ല. ഈ വചനം മനഃപ്പാഠമാക്കേണ്ട ഒരു വചനമാണ്. 9-ാം അധ്യായം 58-ാം വാക്യം. 101 എന്നെ അനുഗമിക്കുക എന്ന് യേശു ഒരുവനോട് പറഞ്ഞപ്പോൾ അവൻ്റെ മറുപടി എന്തായിരുന്നു? കർത്താവെ, ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും. 102 കർത്താവെ, ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും എന്ന് പറഞ്ഞവനോട് യേശുവിൻ്റെ മറുപടി എന്തായിരുന്നു? മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. 103 ശിഷ്യനാകാൻ യേശു വിളിച്ച മറ്റൊരുവൻ പറഞ്ഞതായി പറഞ്ഞിരിക്കുന്നത് എന്ത്? കർത്താവെ, ഞാൻ നിന്നെ അനുഗമിക്കാം, പക്ഷേ ആദ്യം പോയി എൻ്റെ വീട്ടുകാരോട് വിട വാങ്ങാൻ അനുവദിക്കണം. 104 കർത്താവെ, ഞാൻ നിന്നെ അനുഗമിക്കാം, എന്നാൽ എന്തിന് എന്നെ അനുവദിക്കണം എന്നാണ് യേശുവിനോട് അഭ്യർത്ഥിച്ചത്? എൻ്റെ വീട്ടുകാരോട് വിടവാങ്ങാൻ. 105 എൻ്റെ വീട്ടുകാരോട് വിടവാങ്ങാൻ അനുവദിക്കണം എന്ന് പറഞ്ഞവനോട് യേശു പറഞ്ഞ മറുപടി: കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. 106 കലപ്പയിൽ കൈവച്ചിട്ട് പിന്തിരിഞ്ഞു നോക്കുന്ന ഒരുവനും സ്വർഗരാജ്യത്തിന് യോഗ്യനല്ല. അധ്യായവും വാക്യവും എഴുതുക. 9-ാം അധ്യായം 62-ാം വാക്യം. 107 വിശുദ്ധ ലൂക്ക 9:54 സമാനമായ 2 രാജാക്കന്മാർ 1-ാം അധ്യായം 9 മുതൽ 16 വരെ വാക്യങ്ങളിൽ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി വന്ന് ഇവരെ നശിപ്പിക്കട്ടെ എന്ന് പറഞ്ഞ പ്രവാചകൻ ആരാണ്? ഏലിയ പ്രവാചകൻ. 108 എത്ര തലക്കെട്ടുകളോട് കൂടിയ അധ്യായമാണ് 9-ാം അധ്യായം? 11.